ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് എടുക്കുക കേട്ടോ. അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് നോക്കുക. ക്രീം ബിസ്ക്കറ്റ് ഒന്നും എടുക്കരുത്. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് ഒരുപാടൊന്നും വേണ്ട. ഒരു 4-5 ബിസ്ക്കറ്റൊക്കെ മതിയാകും. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഈ ഒരു പുഡിങ് കുറച്ച് ഡ്രൈ ആവും. അതായത് ഒന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നല്ല കട്ടിയായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് അളവ് കുറയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു നമ്മൾ പൊട്ടിച്ചൊഴിച്ച ആ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സമയം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനടുത്ത് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. നമുക്ക് ഈ ഒരു പുഡിങ് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അത് ഒരുപാട് അങ്ങ് ഇതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ അത് കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ. ഇപ്പോൾ ഈ ഒരു കളറായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമ്മൾ ആ ഒരു കാരമലൈസ് ചെയ്ത ആ ഒരു പഞ്ചസാര അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇഡ്ഡലി ചെമ്പിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പുഡിങ് ഇതുപോലെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്തയൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്